ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ അമ്മ വീട്ടിൽ പോയ വ്ളോഗ് ഇട്ടവർക്ക് അറിയാം. 2 അനിയന്മാരുണ്ട് എനിക്ക്. അതിൽ ഇളയവൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പോണ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ബൈ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ആൻറ്റി ആരാണ്. ഈ ആൻറ്റി വേറെ ആരുമല്ല, ഞങ്ങളുടെ സ്വന്തം ഹിമാൻ്റെയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ വാർഡിലെ BJPക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ നാളെ അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനിലാണ് ഞാനും. എന്നെപ്പോലെ തന്നെയാണ് ടെൻഷനിൽ ആൻറ്റിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക. ഞങ്ങൾ നെട്ടൂർപ്പാലം എത്തി. അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ വരാത്ത കൊണ്ട്. ആൻറ്റി പറപ്പിച്ചാട്ടം വരണം. ഞങ്ങൾ വീടെത്തിയപ്പോൾ തന്നെ ജിമ്മേക്കുന്നവരെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പം തന്നെയാണ് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചത്. ചുരുങ്ങിയ സമയത്താണ് ഡെക്കറേഷൻ ചെയ്തിട്ടാ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ടു. പിന്നെ പിള്ളേർ സെറ്റ് എല്ലാവരും ഫോളാണ്. പിന്നെ അമ്മമാരൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കണേ. അതിനകത്തൊക്കെ കേക്ക് വന്നു. 2 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കേക്ക് ഇത്, അതിനുശേഷം ആ കേക്ക് അത്. 2 കേക്ക് ഉണ്ടായിരുന്നു. എൻ്റെ സ്വന്തം മാളി ചേച്ചി, ഞങ്ങൾ തിരുവനന്തപുരത്തെ കസിനാട്ടോ. അതിനുശേഷം ഞങ്ങൾ കേക്ക് മുറിക്കാത്തത് എന്താ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ അവസാനം കേക്ക് മുറിച്ചു. എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ മുറിക്കുക കേട്ടോ. ബർത്ത്ഡേ ബോയുടെ മുഖത്ത് മൊത്തം കേക്കാണ്. പിന്നെ അവൻ എനിക്കൊരു കഷ്ണം കേക്ക് വന്നു. 2 കേക്കും അടിപൊളിയായിരുന്നു. 2 കേക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ 2 കേക്കും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ. 2 കേക്ക് അടിപൊളിയായിരുന്നു. പിന്നെ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടെ ഇരുന്ന് ഭയങ്കര ചർച്ചയായിരുന്നു. ബർത്ത്ഡേ ബോയ് ഇറങ്ങി അവിടെ ഓരോ ബലൂൺ പൊട്ടിച്ച് കളിക്കുക. ഒരു കൂട്ടർ ഇപ്പുറത്തെ മാറിയിരുന്ന് ചർച്ച. ഇവനാണെങ്കിൽ എല്ലാം പൊട്ടിച്ച് കളിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനായിട്ടൊരു വീഡിയോ എടുത്തു. പിന്നെ അതിനുശേഷം അടുക്കളയിൽ പോയി എന്താ പരിപാടിയെന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ കറിയൊക്കെ പൊക്കി നോക്കി. മോരുകറി, ചിക്കൻ കറി, ബീഫ് ഉലത്തിയത്, ക്യാബേജ് ചോറ്, ഇതൊക്കെയായിരുന്നു കറി. പിള്ളേർ സെറ്റാണ് ആദ്യം ഊണ് കഴിച്ചത്. എല്ലാം അടിപൊളി കറിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ കറിയും. പിന്നെ അതിനുശേഷം ഞാൻ ജിമ്മിക്കൂട്ടൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് ജിമ്മിക്കൂട്ടിന് എന്തൊരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ നടപ്പുണ്ടായിരുന്നു. അതിനുശേഷിച്ച് കുഞ്ഞു റോസാപ്പ് വേണ്ടത് ഞാൻ അതും വീഡിയോ എടുത്തു. അതിനുശേഷം ഞാൻ ഊണയ്ക്കാൻ പോയതിലേക്ക്, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടി പിടിച്ചപ്പോഴത്തേക്കും എൻ്റെ വേറെ ഫുള്ളായി. അതിനുശേഷം അമ്മമാർ ഊണയിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ഞങ്ങളുടെ ഫോട്ടോസ് കാണാം. ഗായ്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയുള്ളൂ. 10:30 ആയിപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഫുഡ് കഴിച്ച് നല്ല ടയേർഡായി കിടന്ന് ഉറങ്ങണം. നാളെ ശനി ഞായർ ഇരുന്ന് പഠിക്കണം. കാരണം തിങ്കളാഴ്ച ക്രിസ്മസ് എക്സാം അല്ലേ. ദൈവം അത് ഓർക്കുമ്പോൾ തന്നെ നല്ല ടെൻഷനാവുന്നുണ്ട്. എന്താവോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വിളിച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നാളെ വരാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.